സാറേ, പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഇഷാഖ് ദർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഗസയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ട്രംപ് വെച്ച 20 ഉടമ്പടി ഇതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ട്രംപ് പറഞ്ഞതും പുറത്തുവിട്ടതുമായ ഈ കാര്യങ്ങളിലാണ് ഈ മാറ്റമുള്ളത്. മാത്രമല്ല, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഒരു അറബ് ഇസ്ലാമിക് നാറ്റോ കൂടി വേണം എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആണവായുധം കയ്യിലുള്ള ഏക മുസ്ലിം രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ അതിൻ്റെ തലപ്പത്ത് വരണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ട്രംപ് പുറത്തുവിട്ട 20 പരിപാടി 20 പോയിൻ്റാണ്, 20 പോയിൻ്റ് പ്രോഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. പാകിസ്ഥാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ 20 പോയിൻ്റ് പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചയിൽ അംഗീകരിച്ചവയല്ല. അതിൽ ട്രംപ് ഏകപക്ഷീയമായി കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ അധികവും ഇസ്രയേലിന് അനുകൂലവും പലസ്തീൻ എന്ന മഹാരാജ്യ നിർമ്മാണത്തിന് എതിരുമാണ്. അതുകൊണ്ട് അതിൽ വേണ്ടത്ര ഒരു മാറ്റവും കൂടി വരുത്തണം എന്നാണ് പാകിസ്ഥാൻ്റെ ഒരാവശ്യം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഹൗവർ വെച്ചിട്ട് പറയുമല്ലോ നമ്മൾ, എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതല്ലാതെ വേറൊരു മാർഗം ഇപ്പം ഞങ്ങൾ കാണുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു അപകടം വരുന്നത് എവിടെയാണെന്നറിയാമോ? ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ടാക്കി പരസ്പര സമ്മതത്തോടു കൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കെ അതിലൊരു കല്ലുകടിയാണ് ഈ വരുന്നത്. കരട് വന്നു കഴിഞ്ഞ്. അതെ. അതെന്താണ് കരട്? ഇത് ഞങ്ങൾക്ക് സമ്പൂർണ്ണ സമ്മതമുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയല്ല, പക്ഷേ ഞങ്ങൾ തൽക്കാലത്തേക്ക് നിവൃത്തി കേടുകൊണ്ട് ഇത് സമ്മതിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? നിവൃത്തി വരുന്ന സമയത്ത് ഞങ്ങളിതിനെ എതിർക്കും. അതല്ലേ എൻ്റെ അർത്ഥം. നിവൃത്തി കേടുകൊണ്ട് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നിവൃത്തി വരുമ്പോൾ ഇപ്പം നമുക്കൊരു നിവൃത്തിയില്ലാത്ത കാരണം നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എതിർക്കാം. അന്ന് എതിർക്കുന്നതിന് വേണ്ടി ഇപ്പം ഒരു ലൈൻ ഇട്ടേക്കാണ്. ഞങ്ങൾ അന്നും അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതായത് ഈ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, അത് ഗസയിൽ സമാധാനം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വിത്ത് ഇപ്പോഴേ തന്നെ അതിനകത്ത് പാകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് പാകിസ്ഥാൻ എന്ത് പറയുന്നത്? ഞങ്ങൾ ന്യൂക്ലിയർ ശക്തിയാണ് ലോകത്ത്, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആംസ് ഉണ്ട്, ഞങ്ങൾ സൗദി അറേബ്യയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ രീതിയിൽ 57 ഇസ്ലാമിക രാജ്യങ്ങളും ഞങ്ങളുമായി സഖ്യം ഉണ്ടാക്കണം, ഇതാണ് ഡിമാൻഡ്. അതെന്താണെന്ന് വെച്ചാൽ സൈനിക ഉടമ്പടികളാണ്. ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉടമ്പടികളിൽ പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കണം എന്നുള്ളതാണ് ഈ ഉടമ്പടി കൊണ്ട് ഈ പാകിസ്ഥാൻ ഇപ്പോൾ അർത്ഥമാക്കുന്നത്. അത് നാറ്റോയുടെ ഉടമ്പടി അതുപോലെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കും. നാറ്റോയുടെ ഉടമ്പടിയേക്കാൾ മോശമായിരിക്കും ഇത്. നാറ്റോയുടെ ഉടമ്പടി ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ച് നിൽക്കാറില്ല, അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർ പറയാറുണ്ട്. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇപ്പോൾ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി അനുസരിച്ചിട്ട് പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണം സൗദിക്കെതിരെയുള്ള ആക്രമണമായി പരിഗണിക്കണം എന്നുള്ളതാണ്. നേരെ തിരിച്ചു. അപ്പോൾ ഈ 57 രാജ്യങ്ങളിൽ ഏത് രാജ്യത്ത് ആരാക്രമിച്ചു കഴിഞ്ഞാലും ബാക്കി രാജ്യങ്ങളെല്ലാം ആ രാജ്യങ്ങൾക്ക് എതിരാകണം, ഒരുമിച്ച് നിൽക്കണം. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് ലോകത്ത് ഇപ്പോൾ ഏഷ്യയിൽ മാത്രമല്ല, ഏഷ്യയിലും യൂറോപ്പിലും മാത്രമല്ല, ഇത്തരം ഒരു സഖ്യം ലോകത്തെല്ലായിടത്തും വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും എന്ന കാര്യവും നമ്മൾ മറക്കരുത്. പക്ഷേ പാകിസ്ഥാൻ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് പാക് അധിനിവേശ കാശ്മീർ ഉണ്ടല്ലോ, POK എന്ന് പറയണത്, അതെ, പാക് അധിനിവേശം ചെയ്ത് കൈയടക്കിയിരിക്കുന്ന കാശ്മീർ,
അവിടുത്തെ പഴയ രാജാവിൻ്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനെതിരെയുള്ള സമരം നടക്കുന്നത്, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പർവേസ് അഷ്റഫ്. ആ പർവേസ് അഷ്റഫ് ആയിരുന്നു അവിടുത്തെ പഴയ നവാബ്, രാജാവ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ തലവൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ അവിടുത്തെ ജനങ്ങൾ സംഘടിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ, റാവൽപിണ്ടിയിലെ കാര്യം നിങ്ങൾക്കറിയാം, ബലൂചിസ്ഥാനിലെ കാര്യം നിങ്ങൾക്കറിയാം, പിന്നെ വേറൊരു സ്ഥലമുണ്ടല്ലോ ഖൈബർ പക്തൂൺ. ഇങ്ങനെ ഓരോ പ്രദേശത്തും പാകിസ്ഥാനിലെ വ്യാപകമായ അരക്ഷിതാവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, ഓടിച്ചിട്ടടിക്കുകയാണ്. സൈന്യത്തെ ഓടിച്ചിട്ടടിക്കുന്നു, പോലീസിന് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ഇപ്പം ബലൂചിസ്ഥാനിലേക്ക് ഇവർക്ക് ആർക്കും പ്രവേശനമില്ല, പട്ടാള വാഹനങ്ങൾ കത്തിക്കുന്ന അവസ്ഥയെത്തി. അപ്പോൾ അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ പാകിസ്ഥാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇനി നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം ഉണ്ടെങ്കിലേ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അവരെപ്പോഴും പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം എവിടെ നിന്നെങ്കിലുമൊക്കെ കാശ് കിട്ടും. അവിടെ വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല. ഇത്രയും ഫലഭൂഷ്ടമായ ഒരു മണ്ണുണ്ടായിട്ടും, ഇത്രയേറെ ഇത് വികസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും, ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ ഒരു രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഠിക്കണം എന്ന് തോന്നുമ്പോൾ പാകിസ്ഥാനെ പഠിച്ചാൽ മതി. പാകിസ്ഥാനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഉദാഹരണങ്ങൾ കിട്ടും. കാരണം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെയെങ്കിലും യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്ന് കരുതിയിട്ടാണ്. മാത്രമല്ല അസൂയയും സ്പർദ്ധയുമാണ് ആ രാജ്യത്തെ നയിക്കുന്നത്, അവിടുത്തെ ജനങ്ങളെ മാത്രമല്ല രാജ്യത്തെ നയിക്കുന്നത്. അതിൻ്റെ അല്പത്വം അവരുടെ ബ്ലഡിൽ നിന്ന് പോയില്ല. അതുകൊണ്ടാണല്ലോ ട്രോഫി കൊടുക്കാതെ ട്രോഫിയും കൊണ്ട് പോയി കളഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ട്രോഫി ഈ ഉസ്കാ ഫാമിലി പ്രോപ്പർട്ടി നയ്യേ, അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തല്ലല്ലോ. അതാ ഹോക്കി സംഘടനയുടെ ട്രോഫി അല്ലേ. ആ സംഘടനയുടെ ട്രോഫി കൊടുക്കാൻ വേണ്ടി ഇയാളെ വിളിച്ചു എന്നല്ലേ ഉള്ളു. അത്രേ ഉള്ളൂ. ആ ട്രോഫി ആയിട്ട് ഇയാൾ പോയി കളഞ്ഞു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവച്ച്. എന്നിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ച്. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും ഇയാളുടെ കുടുംബക്കാർ പറയും പുള്ളി ഒറ്റക്ക് ക്രിക്കറ്റ് കളിച്ച് നേടിയതാണ് ഈ ട്രോഫി എന്ന് പറയും. സംഘഗാനം വരെ അയാൾ ഒറ്റക്ക് പാടിക്കളയും എന്നൊരവസ്ഥയിലാണ്. പക്ഷേ POKയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ അക്രമത്തിൻ്റെ മാർഗം ഉപേക്ഷിക്കണം, അക്രമമല്ല പരിഹാരം, സംഭാഷണത്തിന് തയ്യാറാകണമെന്നാണ്. ചർച്ചകൾക്ക് ഇതാരാ പറയുന്നത്? ലോകത്തിലുള്ള എല്ലാ ജിഹാദി സംഘടനകളുടെയും അഭയകേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് അക്രമം ഉയർന്നു വരുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ അക്രമത്തിൽ നിന്നും ജിഹാദിൽ നിന്നും പിന്മാറണമെന്നാണ്. POK പറയണത് ജിഹാദാണെന്നാണ്. അവർ പറയണത് ഞങ്ങൾ ജിഹാദ് നടത്തുകയാണ്. ആർക്കെതിരെ? പാകിസ്ഥാനെതിരെ. എന്തുകൊണ്ട്? അവർ മാന്യമായിട്ടല്ല, അവർ നീതി നിഷേധിക്കുന്നു. അപ്പം നീതി നിഷേധിക്കുന്നതിൻ്റെ പേരിൽ ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ജനങ്ങളോട് എല്ലാ ജിഹാദി ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനും സംഘടനകൾക്കും എല്ലാം പ്രവർത്തന സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു രാജ്യം ഇന്ന് പറയുന്നത് അക്രമം അവസാനിപ്പിക്കണം, നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. നേരത്തെ ചർച്ചയില്ല, ഒന്നുമില്ല. ഇപ്പം പറയണത് ഞങ്ങൾക്ക് ജിഹാദ് പറ്റില്ല എന്നാണ്. ഉസാമ ബിൻ ലാദനെ ഒളിച്ച് താമസിപ്പിച്ചു. അതെ. നമ്മളെന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളക്കടത്തുകാരൻ ദാവൂദ് ഇബ്രാഹിം. അയാൾ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നു. ഇപ്പം ഈ പഹൽഗാമിൽ വന്ന് ബോംബിടുകയൊക്കെ ചെയ്ത പാകിസ്ഥാൻ സംഘടനകൾക്കും അതിൻ്റെ ചാര സംഘടനകൾക്കും അതിൻ്റെ പിന്നെ ജിഹാദികൾക്ക് എല്ലാം സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നത് ഇവർ തന്നെ. അപ്പം ടെററിസ്റ്റിനെ സ്പോൺസർ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഇസ്ലാമാബാദ് എന്ന് പറയുന്നത്. ഇസ്ലാമാബാദ് അതൊരു കാര്യം ഉറപ്പിച്ചോളണം, ടെററിസ്റ്റുകളെ സ്പോൺസർ ചെയ്യുന്നവൻ ടെററിസ്റ്റുകളെ കൊണ്ട് തന്നെ നശിച്ചു പോകും. ഒരു തർക്കവും വിചാരിക്കേണ്ട. അമേരിക്കയാണ് ഈ ഉസാമ ബിൻ ലാദനെ സൃഷ്ടിച്ചത്. അവസാനം അവരുടെ അമേരിക്കയുടെ ചരിത്രത്തിൽ അമേരിക്ക ഇതുപോലെ നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവരുടെ പെൻറ്റഗൺ ആക്രമിച്ചു, വൈറ്റ് ഹൗസിലേക്ക് എത്തിയില്ല. അതെ, വൈറ്റ് ഹൗസിലേക്ക് പോയ വിമാനം ഇടക്ക് വെച്ച് തകർന്ന് വീണുപോയി. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. അവരുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ അഹങ്കാരം അവരുടെ വ്യാപാര സമുച്ചയം അത് തകർത്തു.
പിന്നെ അവരുടെ സൈനിക ശേഷി അത് തകർത്തു. പിന്നെ അവരുടെ ഭരണം തകർക്കാൻ വേണ്ടി പോയി. അമേരിക്ക പാലൂട്ടി വളർത്തിയതാണ്. അതെ, തിരിഞ്ഞുകുത്തി. ടെറർ ഗ്രൂപ്പുകൾ ആര് പാലൂട്ടി വളർത്തിയാലും വളർത്തുന്നവന് അത് തിരിഞ്ഞു കൊത്തും. സാറേ, ഈ സിയാ ഉൽ ഹക്കിൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന മേഖലയിൽ പാകിസ്ഥാനിൽ 1000-ഓളം ടെററിസ്റ്റ് ക്യാമ്പുകൾ പരസ്യമായിട്ട് നടത്തിയിരുന്നു, ഈ POK മേഖല ഉൾപ്പെടെ. ഇതേ ആളുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ടെററിസ്റ്റുകൾ നുഴഞ്ഞു കയറുന്നു പറഞ്ഞിട്ട് നിലവിളിക്കുന്നത്. എന്താവസ്ഥ അത്? അല്ല, അത് മാത്രമല്ല, അങ്ങനെ പരിശീലനം കിട്ടിയിട്ടുള്ളവരാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ജിഹാദ് നടത്തുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക നേരത്തെ ഇപ്പം അനുഭവിക്കുമെന്ന് ഞാൻ അനുഭവിക്കാൻ പോകുന്നതും ഇതെല്ലാം കാണിക്കുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ ബാക്കി രാജ്യങ്ങളെയും ജനങ്ങളെയും സമാധാനപൂർവ്വം ജീവിക്കാൻ അനുവദിക്കാത്ത ഏത് രാജ്യമായാലും ആ രാജ്യം നശിക്കുക തന്നെ ചെയ്യും. അത് പ്രകൃതിയുടെ നിയമമാണ്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ പ്രദേശത്തുള്ള ഒരു രാജ്യവും സമാധാനത്തോടെ ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ബംഗ്ലാദേശ് ഇഷ്ടമല്ല, അഫ്ഗാനിസ്ഥാൻ ഇഷ്ടമല്ല, ഇന്ത്യ ഇഷ്ടമല്ല, ഇറാൻ ഇഷ്ടം. എവിടെ പോയി കഴിഞ്ഞാലും ഇവറ്റകൾ പ്രശ്നക്കാരായിട്ടുണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അതിലവർ നശിക്കുക തന്നെ ചെയ്യും. ആ നാശത്തിലേക്കാണ് ഇപ്പോഴും പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഗസയും ഒരിക്കലും ഗസയിലൊരു സമാധാനം വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വിഷവിത്ത് വിതച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയായിട്ടൊരു കരാറുണ്ടാക്കി. ആ കരാർ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സൗദി ആക്രമിച്ചതായിട്ട് കരുതി അവർ തിരിച്ചടിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് സൗദിയിൽ നിന്ന് കുറേ സഹായം പാകിസ്ഥാന് വേണം. അതിന് ഞങ്ങൾ കൂടെ വയ്ക്കാം. അപ്പോൾ സൗദി ആ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് താനും. അപ്പോൾ ഈ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അറബ് നാറ്റോ വരട്ടെ, ആ രീതിയിൽ ഞങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ കുറേ പണം ഉണ്ടാക്കാം. അപ്പോൾ ഈ തന്ത്രമൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഈ ഇങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രമാണ് ഇവർ ഈ കാണിക്കുന്നത്. അതെ, പക്ഷേ എന്തായാലും ശരിയാണ്. ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ബ്രദർഹുഡ് ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ട്. ഒരു മുസ്ലിമിന് ഏറ്റവും അടുത്ത സ്നേഹിതനും സഹോദരനും തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരാളല്ല, വളരെ അകലെയുള്ള മറ്റൊരു മുസ്ലിമാണ് അവർക്ക് പ്രിയപ്പെട്ടത്. അതാണ് അവർക്ക് പ്രിയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യം ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യക്കെതിരെ വിടാൻ സൗദി അറേബ്യ എടുത്ത് സൈന്യമുണ്ടോ? ഇല്ല. ആയുധമുണ്ടോ? ഇല്ല. പിന്നെ ആകെ ചെയ്യാവുന്ന കാര്യം പണം കൊടുത്ത് സഹായിക്കാമെന്നാണ്. ആ പണത്തും കൊടുത്ത് സഹായിക്കാനുള്ള സഹായം ഉറപ്പുവരുത്തുന്നതാണ് അത്. അല്ല, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സൗദി അറേബ്യക്കും സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയുമോ? പിന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ എടുക്കുന്നത്. ആ ഗസയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അതിനെതിരെ കരുതിയിരുന്നാൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തന്നെ കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.